പയ്യനാട് സ്റ്റേഡിയത്തിലാണ്. മലപ്പുറം FC രണ്ടാമത്തെ മത്സരത്തിന് സ്വന്തം തട്ടത്തിൽ ഇറങ്ങുകയാണ്. ആദ്യ മത്സരത്തിൽ ജയിച്ചു കയറിയതിന്റെ ഒരു ആത്മവിശ്വാസം മലപ്പുറത്തിനുണ്ട്. പക്ഷെ എതിരാളികൾ കണ്ണൂരാണ്. തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ കൊമ്പൻസിനെ വിറപ്പിച്ചാണ് കണ്ണൂരിന്റെ വരവ്. അപ്പോൾ രണ്ട് ടീമുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിര തന്നെ ഉണ്ട്. എന്തായിരിക്കും ഇന്നത്തെ മത്സരത്തിന്റെ ഒരു ഗതി എന്തായിരിക്കുമെന്ന് നമ്മൾ തുടക്കത്തിൽ ഒന്ന് പരിശോധിക്കുകയാണ്. എനിക്കിപ്പം ഫസീഹും ഹരികൃഷ്ണനും എനിക്കിപ്പം പയ്യനാട് സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് ചേരുകയാണ്. ഫസീയുടെ നാട് കൂടിയാണല്ലോ, ഗാലറി നേരത്തെ നിറഞ്ഞല്ലോ ഒന്ന്. സ്വാഭാവികമാണ്. നമുക്കറിയാം മലപ്പുറം ഫുട്ബോളും നമ്മളുടെ ഒരു ആത്മബന്ധം എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഗാലറി നിറഞ്ഞത്. നമ്മൾ ബാക്കിയുള്ള മത്സരങ്ങളിൽ കാണുന്നതിൽ അപ്പുറത്തേക്ക് ഈ ഒരു ഗാലറി മൊത്തത്തിൽ ഇനിയുമുള്ള നിമിഷങ്ങൾ കൊണ്ട് മൊത്തത്തിൽ ടൈറ്റ് ബാക്ക് ആവും. ടിക്കറ്റുകൾ കിട്ടാനില്ല, ആളുകൾ ഇപ്പോഴും ടിക്കറ്റിന് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. അങ്ങനെയാണ്. ഏരിയ മഴച്ചാറ്റിലുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നുണ്ട്. അല്ല, മഴയൊന്നും അല്ല ഇവിടെ പ്രശ്നം. മഴയത്ത് കളിക്കുന്ന ഒരു കളിയാണ് ശരിക്കും പറഞ്ഞ ഫുട്ബോൾ. മഴയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം കൂട്ടുന്നത്. അതേ ഒരു ആത്മവിശ്വാസത്തിലാണ് ഗാലറിയിൽ ആരാധകർ എത്തുന്നത്. സ്വാഭാവികമായിട്ടും മഴ കളിക്കൊരു ഭംഗി കൂട്ടുന്നു. ഓക്കെ. എന്താണ് ഒരു പ്രഡിക്ഷൻ എന്താണ്? മലപ്പുറം രണ്ട് ടീം വളരെ സ്ട്രോങ് ആണ്. എന്നാലും മലപ്പുറത്തിന് ഇന്ന് കാണികളുടെ ഒരു വലിയൊരു ഇതുണ്ട്, സപ്പോർട്ട് കൂടി ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ആത്മവിശ്വാസം കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഗാലറിയിൽ നിന്ന് ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി നമുക്ക് ഒരിക്കലും കണ്ണൂരിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. തിരുവനന്തപുരത്തിന്റെ ഹോമിൽ പോയി 3 ഗോൾ അടിച്ച് തോൽപ്പിച്ച ടീമാണ്. 3-2 എന്നൊരു സ്കോറിൽ 3 ഗോൾ ഇത് ഹോം ടീമിനെതിരെ അടിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്രയും ഒരു കോൺഫിഡൻസ്. അഡ്വാൻറ്റേജ് എന്തായിരിക്കും മലപ്പുറത്തിന്റെ അഡ്വാൻറ്റേജ്? സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ്, അബ്ദുൽ ഹക്കും, റോയ് കൃഷ്ണനെ പോലെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ആ സ്ക്വാഡിലുണ്ട്. അത് തന്നെയാണ് ആ സ്ക്വാഡിന്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത്. ഹരി, കണ്ണൂര് നമുക്കറിയാം, കണ്ണൂരിന്റെ വരവ് ഒരു 1.5 വരവാണ്. കണ്ണൂരാണെങ്കിൽ വലിയ റെക്കോർഡ് കൂടിയുണ്ട്. മലപ്പുറത്തിന് ഇതുവരെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ടീം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ മലപ്പുറം അല്ല ഇത്. മലപ്പുറത്തിന് കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സ്റ്റാർ സ്ട്രൈക്കർ ഉണ്ട്, റോയ് കൃഷ്ണ. പിന്നെ കാലിക്കറ്റിൽ നിന്ന് ഒരു ഗോൾ മെഷീനെ കൊണ്ടുവന്നിട്ടുണ്ട്. കെനഡി കഴിഞ്ഞ കളിയിൽ തന്നെ അവസാനം ഇറങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ആ കളി മാറിയത് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ്. പിന്നെ പക്ഷെ കണ്ണൂരാണ് എതിരാളികൾ. ഒരു മലബാർ ഡെർബി എന്നുള്ളൊരു ഒരു ആവേശം കൂടി ഇന്ന് ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ടും ഇന്ന് ഗാലറിയിൽ നിന്ന് ലഭിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, കണ്ണൂര് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സിനാനാണ് ആ മത്സരത്തിന്റെ ഒരു ഗതി മൊത്തം മാറ്റിയത്. സിനാൻ എന്ന് പറയുന്ന അണ്ടർ 23 താരമാണ്. സിനാൻ അല്പസമയം മുമ്പ് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അപ്പൊ കണ്ണൂര് എല്ലാ തരത്തിലും സ്ട്രോങ് ആണ് കണ്ണൂര്. പക്ഷെ മലപ്പുറം ആണെങ്കിൽ ഞങ്ങൾ വിടില്ല എന്നുള്ളതാണ്. അപ്പം ഒരുപക്ഷെ നമ്മൾ ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു മത്സരത്തിനാകുമോ നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ? അതെ, കാരണം വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൽ മഴ വരുമ്പോ കുറെ വ്യത്യസ്ത സിനാരിയോസ് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്ലിപ്പറി പിച്ചാണ്, അപ്പോ മിസ്റ്റേക്സ് സംഭവിക്കാം, അതിൽ മുതലെടുക്കാൻ ആൾക്കാരുണ്ടായിരിക്കാം. എന്നാൽ മഴയത്ത് നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ പല രീതിയിലുള്ള സിനാരിയോസ് കാണാം. മഴ ചില സമയത്ത് കൂടുമ്പോൾ അതിനനുസരിച്ച് കളി മാറുന്ന കാണാം. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. അപ്പം ഈ രണ്ട് ടീമുകളും ആദ്യ മത്സരം വിജയിച്ചതിന്റെ ആവേശം കൂടി അവർക്കുണ്ട്. അപ്പോ യെസ്, ഓഫ് കോഴ്സ് നല്ലൊരു മത്സരം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇപ്പോൾ രണ്ട് ടീമും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരയെ തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇത്തവണയും കണ്ണൂരിന്റെ ഗോൾ വില കാക്കുന്നത് ഉബൈദ് തന്നെയാകും. ഉബൈദും അൽകേഷുമാണ് ഇന്ന് അവരുടെ ടീമിനൊപ്പം സഞ്ചരിച്ച് അകത്തേക്ക് കയറിപ്പോയത്. മാത്രമല്ല മലപ്പുറത്തിനാണെങ്കിൽ അസർ എന്ന് പറയുന്ന ഒറ്റക്കൊമ്പനുണ്ട്. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. എതിരാളികൾക്ക് ജസീനുണ്ട് ഒരു വശത്ത്. രണ്ട് ടീമിലും ഗോൾ അടിക്കാൻ കെൽപ്പുള്ള ഒരുപാട് താരങ്ങളുണ്ട്. കണ്ണൂരിന് അസിയർ ഗോമസ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് റോയ് കൃഷ്ണയുണ്ട്. ഒരു പിടി താരങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണ്ണം പറഞ്ഞു വെക്കാൻ പറ്റുന്ന താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു പോരാട്ടത്തിനാണ് നമ്മൾ മലപ്പുറത്ത് കാത്തു നിൽക്കുന്നത്. മഴയുണ്ട്, മഴയുടെ തണുപ്പ്, ഫുട്ബോളിന്റെ ചൂട്, അത് രണ്ടും ചേരുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ് പയ്യനാട് നിന്ന് ഞങ്ങൾ കാണുന്നത് കേട്ടോ.